ഹായ് ഫ്രണ്ട്സ്, പാർട്ട് 3 ഫോർ കോഴിക്കോട് ട്രിപ്പ്. അങ്ങനെ മിഠായിത്തെരുവും കണ്ട് ആ ക്ഷീണമെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴേക്കും ബേപ്പൂർ ബീച്ചിലോട്ട് പോയി. കോഴിക്കോട്ടൊന്ന് ബസ്സിൽ കയറി ബേപ്പൂരിലിറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ബേപ്പൂർ ബീച്ചിലോട്ട്. ബേപ്പൂർ ബീച്ച് കോഴിക്കോടിൻ്റെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് ചാലിയാർ പുഴ ചേരുന്നിടത്താണ് ബേപ്പൂർ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഉരു എന്നറിയപ്പെടുന്ന വലിയ മരക്കപ്പലുകളുടെ നിർമ്മാണത്തിന് ലോകമെമ്പാടും പ്രശസ്തമാണ് ബേപ്പൂർ ബീച്ച്. അയ്യോ, ഇപ്പം നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും എനിക്ക് എന്തൊരു ജനറൽ നോളജാണ്. ചുമ്മാ അത് ബേപ്പൂർ ബീച്ച് എന്ന് കേട്ടപ്പം ചുമ്മാ ഗൂഗിളമ്മച്ചോട് ചോദിച്ചപ്പം ഗൂഗിളമ്മച്ച് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ കത്തി വെക്കുന്നത്. പക്ഷേ എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. മലയാള നോവലിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഒരു എഴുത്തുകാരൻ്റെ അപരനാമം ഈ ബീച്ചിൻ്റെ പേരിൻ്റെ തുടക്കത്തിലാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിമും കൂടെ കമൻറ്റ് ചെയ്യണേ. ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. എൻ്റെ വീഡിയോയുടെ തുടക്കമുണ്ട് അദ്ദേഹത്തിൻ്റെ പിക്ചർ. ഞങ്ങളിങ്ങനെ ബേപ്പൂർ ബീച്ചിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ച് ഇങ്ങനെ മുമ്പോട്ട് നടക്കുമായിരുന്നു. ഞങ്ങളുടെ ആലപ്പുഴ ബീച്ചിനില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് ഈ ബേപ്പൂർ ബീച്ചിന്. കടൽപ്പാലം. ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഒരു ലോങ് വാക്ക് തന്നെ നമുക്ക് ഈ കടൽപ്പാലത്തിൽ കൂടെ നടക്കാം. കടലിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ച് കുറച്ചു നേരം ഇരിക്കണമെങ്കിൽ ഇരുന്നും ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഫോട്ടോസും എടുത്തും അങ്ങനെ കടലിൻ്റെ ഭംഗി മുഴുവനുമായിട്ട് ആസ്വദിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ആ ബേപ്പൂർ ബീച്ചിൽ ഉണ്ട്. അങ്ങനെ അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ നേരത്താണ് ഇപ്പം നിങ്ങൾ ഈ പിക്ചറിൽ കണ്ടില്ലേ, ക്ലിയറായി കാണത്തില്ല, ഡോൾഫിൻ കുഞ്ഞ് പൊങ്ങിയതാ അവിടെ. അത് കാണാൻ തന്നെ കുറേ ആളുകൾ ഇരിപ്പുണ്ട്. ഈ യാത്ര എന്നും ഓർത്തിരിക്കാൻ വേണ്ടി കുറച്ച് നല്ല ഫോട്ടോസും എല്ലാം ക്യാപ്ചർ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റിട്ടേൺ അടിച്ചു. ഇനി ഞങ്ങൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തണം. രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ആ ലൈറ്റും കൂടെ എല്ലാം വന്നപ്പോഴത്തേക്കും. ഞാൻ കുറച്ച് ഇരട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞതിനാ എന്നെ മൈൻഡ് പോലും ചെയ്യാതെ മുമ്പേ നടന്നു പോകുന്നത്. അപ്പം ബേപ്പൂർ ബീച്ചിനോട് സലാമും ഞങ്ങൾ തിരിച്ച് കോഴിക്കോട്ടേക്ക് റിട്ടേൺ അടിച്ചു. അനാഞ്ചിറ സ്ക്വയറിലെ ലൈറ്റ്സും രാത്രി ഡിന്നറും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി. നാളെയാണ് കല്യാണം. ആക്ച്വലി ഞങ്ങൾ കല്യാണം കൂടാനാണ് കോഴിക്കോട്ടേക്ക് വന്നത്. കല്യാണം കൂടി ഞങ്ങൾ നാളെ തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകും. ഇതാണ് ചെറുക്കനും പെണ്ണും. അപ്പം ബെസ്റ്റ് വിഷസ് ഫോർ അർച്ചന ആൻഡ് ജയകൃഷ്ണൻ. അടുത്ത നെക്സ്റ്റ് വീഡിയോ ഉടനെ വരും.